Good morning and welcome back to Indian Writing in English. Here we have a new fiction, Laburnum for My Head, written by Tamsula Au. Now we have the introduction. This is your third module, fiction. Okay, now let's start the introduction. Dr. Tamsula Ao, possibly Nagaland's most eminent contemporary folklorist, academic writer, author, and ethnographer, was born into a family of 6 children in Assam. Having lost both her parents at an early age, she and her siblings were brought up by her elder brother, Kari. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റാർട്ടിങ് അല്ലേ. നാഗാലാൻഡിലെ മോസ്റ്റ് എമിനൻ്റ് ആയിട്ടുള്ള കണ്ടംപററി ഫോക്ലോറിസ്റ്റാണ്, അക്കാഡമിക് റൈറ്ററാണ്, ഓതറാണ്, എത്നോഗ്രാഫറാണ്. പിന്നെ അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടിട്ട് ബ്രദറാണ് വളർത്തിയത്. പിന്നെ ഷീ റിമെമ്പേഴ്സ് ഹെർ ഡിഫിക്കൽട്ട് ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസെൻസ് ആസ് എ ഫ്രക്ചേർഡ് ചൈൽഡ്ഹുഡ്. നമുക്കറിയാം ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതം എങ്ങനെയാവും എന്നുള്ളത്. അപ്പോൾ അത്രയും കഷ്ടപ്പാട് നിറഞ്ഞൊരു ജീവിതമായിരുന്നു തംസുലായോയുടേത്. പിന്നെ അവളുടെ കുറച്ച് വർക്കുകൾ അവൾ ജോയിൻ ചെയ്തത്, അവളുടെ പഠനം ഇതൊക്കെയാണ് കേട്ടോ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. നെക്സ്റ്റ്, ഔ ബിഗാൻസ് ഹർ ലിറ്റററി കരിയർ ആസ് എ പോയറ്റ്. ഒരു പോയറ്റായിട്ടാണ് ലിറ്റററി കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ദ പബ്ലിക്കേഷൻ ഓഫ് ഹർ കളക്ഷൻ ഓഫ് പോയംസ് സോങ്സ് ദാറ്റ് ടെൽ ഇൻ 1988. സോങ്സ് ദാറ്റ് ടെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് കളക്ഷൻ ഓഫ് പോയംസ് അവളുടെ ഫസ്റ്റ് പബ്ലിക്കേഷനാണ് അല്ലേ. ബിസൈഡ്സ് ഹർ 5 കളക്ഷൻ ഓഫ് പോയട്രി ഷീ ഓൾസോ പബ്ലിഷ്ഡ് ആൻ എത്നോഗ്രാഫിക് ടെക്സ്റ്റ്. പിന്നെ ഒരു എത്നോഗ്രാഫിക് ടെക്സ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ദ ഓ നാഗ ഓറൽ ട്രഡീഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 2 കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്, ദീസ് ഹിൽസ് കാൾഡ് ദ ഹോം, സ്റ്റോറീസ് ഫ്രം വാർ സോൺ, പിന്നെ ലാബേണം ഫോർ മൈ ഹെഡ്. ഇങ്ങനെ 2 സ്റ്റോറികളാണുള്ളത്. ലാബേണം മൈ ഹെഡ് 2009 പിന്നെ സാഹിത്യമൊക്കെ പുലിസ്റ്റർ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്, പത്മശ്രീ കിട്ടിയിട്ടുണ്ട്, നാഗാലാൻഡ് ഗവൺമെൻറ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ വർക്കും ഇയറും നോട്ട് ചെയ്ത് വെക്കണം എന്നാണ്. 2013 ഏത് വർക്കിനാണ് നമുക്ക് പഠിക്കാനുള്ള ലാബേണം ഫോർ മൈ ഹെഡ് എന്നുള്ള വർക്കിനാണ് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് 2013. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, our second story collection, Laburnum for My Head, is a slender volume comprising her 8 short stories that together depicts a deep understanding of the human conditions. ഓക്കെ, അപ്പോൾ ഇത് ലാബേണം ഫോർ മൈ ഹെഡ് എന്ന് പറഞ്ഞത് സെക്കൻഡ് വോളിയമാണ്. സ്റ്റോറി കളക്ഷനിലെ സെക്കൻഡ് സ്റ്റോറിയാണ് ലാബേണം ഫോർ മൈ ഹെഡ്. ഇത് 8 സ്റ്റോറികൾ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ കണ്ടീഷനാണ് ഈ ഒരു കഥയുടെ പശ്ചാത്തലം. ദ ടിറ്റുലർ സ്റ്റോറി ഓഫ് ദ കളക്ഷൻ is about an aged widow's fascination for laburnum tree to extent that she wants to be planted on her grave instead of having the customary tombstones of the marble or granite. ഇവിടെ ഈ ഒരു കഥയിൽ പറയുന്നത് ഏജ് ആയിട്ടുള്ള ഒരു വിഡോയുടെ അതിയായ താല്പര്യം ലാബേണം ട്രീ നട്ടുപിടിപ്പിക്കാൻ അവളുടെ ഗ്രേവിൽ, ശവക്കല്ലറയിൽ, എന്തിനു പകരം മാർബിളിനും ഗ്രാനൈറ്റിനും പകരമായിട്ട്. മാർബിളും ഗ്രാനൈറ്റൊക്കെ വളരെയധികം ഫിനാൻഷ്യലായിട്ട് ചിലവുള്ളതാണ് അല്ലേ. പക്ഷേ ഒരു ലാബേണം ട്രീക്ക് അത്ര ചിലവില്ല. അതായിട്ടൊന്നുമല്ല, എന്തായാലും ഇവളുടെ ഒരു ആഗ്രഹമായിരുന്നു അത്. ലെൻറ്റിന, ദ പ്രൊട്ടഗോണിസ്റ്റ്, ഈസ് എൻചാൻറ്റഡ് വിത്ത് ദിസ് ട്രീ ബിക്കോസ് ഷി അസോസിയേറ്റ്സ് ഇറ്റ് വിത്ത് ഫെമിനിറ്റി ആൻഡ് ഹ്യൂമാനിറ്റി. ലെൻറ്റിന, നമ്മുടെ ഈ ഒരു കഥയിലെ പ്രൊട്ടഗോണിസ്റ്റിൻ്റെ പേര് ലെൻറ്റീന അല്ലേ, ലെൻറ്റീനയാണ്. അവൾക്ക് ഈ ലാബേണം ട്രീയോട് അതിയായിട്ടുള്ളൊരു ഫാസിനേഷൻ ഉണ്ടായി. കാരണം അവളൊരു ഫെമിനിറ്റിയുടെയും ഹ്യൂമാനിറ്റിയുടെയും ഒരു സ്ത്രീവാദിയും അതേപോലെ തന്നെ ഹ്യൂമാനിറ്റിനോടൊക്കെ ബന്ധമുള്ള ഒരാളായിരുന്നു ലെൻറ്റിന. അൺലൈക്ക് ദ ബ്രാസൻ ഗുൽമോഹേഴ്സ് വിത്ത് ദെയർ ബ്രൈറ്റ് ഓറഞ്ച് ഫ്ലവേഴ്സ്. ബ്രാസൻ ഗുൽമോഹർ പറഞ്ഞത് വേറൊരു ടൈപ്പ് ഫ്ലവറാണ്, ഓറഞ്ച് ഫ്ലവർ ഉള്ളൊരു ചെടിയാണ്. ഈ ഒരു ചെടിയേക്കാളും അവൾക്ക് താല്പര്യം ലാബേണത്തോടായിരുന്നു. ഷീ ഗ്രോസ് ടു ഗ്രേറ്റ് ലങ് ടു ഫുൾഫിൽ ഹർ വിഷ്. അവൾ വളരെ ദൂരം സഞ്ചരിക്കുകയാണ് ഈ ഒരു ചെടി കിട്ടാൻ വേണ്ടിയിട്ട്. ലെൻറ്റിന ആൻറ്റഗോണൈസിങ് ഹർ ഫാമിലി, അവളുടെ ഫാമിലിയോടൊക്കെ എതിർത്തിട്ട്, റിലേറ്റീവ്സിനൊക്കെ എതിർത്തിട്ട് അവൾ ഇറങ്ങി പുറപ്പെടുകയാണ്. ടൗൺസ്മേൻ, അവളുടെ ടൗണിലുള്ള ആളുകളൊക്കെ എതിർത്തിട്ട് അവൾ അതിന് വേണ്ടിയിട്ട് പുറപ്പെടുകയാണ്.
നരേറ്റഡ് വിത്ത് ഗ്രേറ്റ് കമ്പാഷൻ ആൻഡ് വളരെയധികം കമ്പാഷനോട് കൂടി ആദരവോട് കൂടിയും ടെൻഡറിനോട് കൂടിയാണ് ഈ ഒരു കഥ നരേറ്റ് ചെയ്യുന്നത്. ദി സ്റ്റോറി ബിക്കം എ സിംഗിൾ വിമൻസ് റിവോൾട്ട് അഗെയിൻസ്റ്റ് ദ പാട്രിയാർക്കൽ സൊസൈറ്റീസ് ഓസ്ട്രേനിയസ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡെത്ത്. ഈ ഒരു കഥ ഒരു ഒറ്റ സ്ത്രീയുടെ റവല്യൂഷണറി ആക്റ്റാണ്. ആർക്കെതിരായിട്ടുള്ള പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ ഡെത്തിനോടുള്ള ആക്ഷേപത്തെ കാണിച്ചുകൊണ്ടുള്ള ഒരു വർക്കാണ് Ela Burnham for my head. Now we have the last paragraph of the introduction. Ecological feminism may be defined as the branch of eco-criticism and feminism that probes into the inner relations between women and nature. അപ്പോൾ എക്കോളജിക്കൽ ഫെമിനിസം പറഞ്ഞാൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള ഫെമിനിസം മേ ബി ഡിഫൈൻഡ് ആസ് എ ബ്രാഞ്ച് ഓഫ് എക്കോ ക്രിറ്റിസം. ഇത് പരിസ്ഥിതി ക്രിറ്റിസിസവുമായിട്ടും ഫെമിനിസവുമായിട്ടും ബന്ധമുണ്ട്. ദാറ്റ് പ്രോബ്സ് ഇൻ ടു ദ ഇന്നർ റിലേഷൻസ് ബിറ്റ്വീൻ വിമൻ ആൻഡ് നേച്ചർ. ഇതിലൊക്കെ പറയുന്നത് പരിസ്ഥിതിയും സ്ത്രീയും തമ്മിലുള്ള ഇന്നർ റിലേഷൻസിനെ കുറിച്ചിട്ടാണ്. എക്കോ ഫെമിനിസം ജനറലി പോർട്രേസ് ദ ഡിപ്ലോറബിൾ കണ്ടീഷൻ ആൻഡ് വിക്ടിമൈസേഷൻ ഓഫ് വിമൻ ആൻഡ് നേച്ചർ ബൈ ദ പാട്രിയാർക്കൽ സൊസൈറ്റി. എക്കോ ഫെമിനിസം പോർട്രേ ചെയ്യുന്നത് ഡിപ്ലോറബിൾ പരിതാപകരമായിട്ടുള്ള കണ്ടീഷനും വിക്ടിമൈസേഷൻ സ്ത്രീകളെയും നേച്ചറിനെയും പരിതാപകരമായി ചിത്രീകരിക്കലും അവരുടെ ഇരയാക്കലും ആരാലെ പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ നേച്ചറിനോടും സ്ത്രീയോടുള്ള ആക്ഷേപകരമായിട്ടുള്ള ഒരു സ്വഭാവത്തെയാണ് എക്കോ ഫെമിനിസം പോർട്രേ ചെയ്യുന്നത്. ഇൻ ഹർ സ്റ്റോറീസ് തംസുലായുടെ സ്റ്റോറിയിൽ പോർട്രേ ചെയ്യുന്നത് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഹു പ്രൊട്ടക്റ്റ് നേച്ചർ. ഫീമെയിൽ ക്യാരക്ടേഴ്സാണ് നേച്ചർ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നാണ് തംസുലായുടെ കഥയിൽ പറയുന്നത്. ഹു ഹാവ് ദ കറേജ് ആൻഡ് ഇൻഡിവിജ്വാലിറ്റി ടു ഫൈറ്റ് ഫോർ ദെയർ ലിബറേഷൻ ആൻഡ് ഹു ഹാവ് ദ ഇൻ്റലിജൻസ് ടു സെക്യൂർ ദെയർ മെൻ ആൻഡ് വില്ലേജ് ബൈ ദെയർ ഇൻസ്റ്റിങ്ക്റ്റീവ് നോളേജ്. അപ്പോൾ തംസുലാവയുടെ സ്റ്റോറിയിൽ പോർട്രേ ചെയ്യുന്നത് ഫീമെയിൽ ക്യാരക്ടേഴ്സാണ് നേച്ചർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. അവർക്കാണ് അതിനുള്ള കറേജ് ഉള്ളത്, അതിനുള്ള ഇൻഡിവിജ്വാലിറ്റി ഉള്ളത്. ടു ഫൈറ്റ് ഫോർ ദെയർ ലിബറേഷൻ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ. ആൻഡ് ഹു ഹാവ് ദ ഇൻ്റലിജൻസ് അതിനുള്ള ബുദ്ധി അവർക്കുണ്ട്. ടു സെക്യൂർ ദെയർ മെൻ അവരുടെ ആണുങ്ങളെ സെക്യൂർ ചെയ്യാൻ സേഫാക്കാൻ, അവരുടെ വില്ലേജ് സേഫാക്കാൻ. ബൈ ദെയർ ഇൻസ്റ്റിങ്ക്റ്റീവ് നോളേജ് അവരുടെ അറിവ് ഉപയോഗിച്ചിട്ട്. Thus she rebuilt the role of women in Naga society through her writings. ഈ ഒരു കഥയിലൂടെ അവൾ റീബിൽഡ് ചെയ്യാണ് സ്ത്രീയുടെ റോള്, നാഗാ സൊസൈറ്റിയിലെ സ്ത്രീകളുടെ റോള് അവളുടെ എഴുത്തുകളിലൂടെ അവൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. Now let's start the story. Hope you understood. Laburnum for my head. Every May, something extraordinary happens in the new cemetery of the sleepy little town, standing beyond the southmost corner of the vast expanse of the old cemetery, dotted with concrete vanities, both ornate and simple. The humble Indian laburnum bush erupt in glory with its blossoms of yellow mellow beauty. The first time it happened some years ago surprised visitors to concrete memorials assumed that it was an accident of nature. But each year as the bush grew taller and the blossom more plentiful, the phenomenon stood out as a magnificent incongruity in the space where man tries to cling to a make-believe permanence. Wrenched from him by death, his inheritors try to preserve his presence in concrete structures erected in his homage, vying to outdo each other in size and style. This consecrated ground has thus become choked with the specimens of human conceit. More recently, photographs of the dead have begun to adorn the marble and granite headstones. അപ്പോൾ ഈ ഒരു കഥ എങ്ങനെ തുടങ്ങി നമുക്ക് നോക്കാം. The story begins in a cemetery. ഇതൊരു ശവക്കല്ലറയിലെ ശ്മശാനത്തിലാണ് ഈ കഥ തുടങ്ങുന്നത്. സിമെട്രി ഈസ് സിറ്റുവേറ്റഡ് ഇൻ എ സ്ലീപ്പി ലിറ്റിൽ ടൗൺ. സിമെട്രി എവിടെയാണ്? സ്ലീപ്പി ലിറ്റിൽ ടൗണിലാണ്. അപ്പോൾ എല്ലാ മെയ് മാസത്തിലും സംതിങ് എക്സ്ട്രാ ഓർഡിനറി ഹാപ്പൻസ് ഇൻ ദ ന്യൂ സെമെട്രി. എന്തെങ്കിലും അസാധാരണമായത് ആ ഒരു സെമെട്രിയിൽ സംഭവിക്കാറുണ്ട് അല്ലേ? ആ സ്ലീപ്പി ലിറ്റിൽ ടൗണിലാണ്. എവിടെയാണ് സിമെട്രി സ്ഥിതി ചെയ്യുന്നത്? ലിറ്റിൽ ടൗൺ, ചെറിയ
ചെറിയ ഉറങ്ങിക്കിടക്കുന്ന ഒരു ലിറ്റിൽ ടൗണിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. സ്റ്റാൻഡിങ് ബിയോണ്ട് ദി സൗത്ത് മോസ്റ്റ് കോർണർ ഓഫ് ദി വാസ്റ്റ് എക്സ്പാൻസ് ഓഫ് ദി സെമെട്രി ഡോട്ടഡ് വിത്ത് കോൺക്രീറ്റ് വാനിറ്റീസ് ബോത്ത് ഓർണേറ്റ്. അവിടെ ഇഷ്ടംപോലെ കോൺക്രീറ്റ് വാനിറ്റി, നമുക്കറിയാം ശവക്കല്ലറകൾ ഏത് രീതിയിലാണ് ഉണ്ടാവുക, കോൺക്രീറ്റ് കല്ലുകളും ഗ്രാനൈറ്റൊക്കെ വെച്ചിട്ട് പലരും പല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ദർ ഈസ് സംതിങ് എക്സ്ട്രാ ഓർഡിനറി ഇൻ ദിസ് സിമെട്രി. പക്ഷേ ഈ സിമെട്രിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ദർ ഈസ് സംതിങ് എക്സ്ട്രാ ഓർഡിനറി. വാട്ട് ഈസ് ദാറ്റ്? There is a laburnum tree growing in the cemetery. That is the peculiarity. That is the extraordinary thing happened in the cemetery. Not the point. അപ്പോൾ there is something extraordinary ഉണ്ട് എന്ന് പറഞ്ഞു. എന്താണ് എക്സ്ട്രാ ഓർഡിനറി? അവിടെ ഒരു ലാബേണൺ ട്രീ ഉണ്ട്. അത് വളർന്ന് വലുതാവുന്നുണ്ട് ആ ഒരു സെമെട്രിയിൽ. ഫുൾ ഓഫ് ബ്യൂട്ടിഫുൾ യെല്ലോ ഫ്ലവേഴ്സ്. നിറയെ യെല്ലോ ഫ്ലവേഴ്സിലെ ലാബേണൺ ട്രീ ആണ് അവിടെ വളരുന്നത്. ദാറ്റ് ഈസ് ദ എക്സ്ട്രാ ഓർഡിനറി ഫീച്ചർ ഓഫ് ദിസ് സിമെട്രി. Okay, full of beautiful yellow flowers. The visitors were surprised at the presence of the tree in the cemetery. വിസിറ്റേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് അത്ഭുതമാണ്. സെമെട്രി കാണാൻ വരുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുകയാണ്. ഈ ഒരു സെമെട്രിയിലുള്ള ഈ ഒരു ലാബേണൺ ട്രീ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആവാണ്. ഇറ്റ് സ്റ്റാർട്ടഡ് ആസ് എ ബുഷ്. പക്ഷേ അത് വളർന്നു വന്ന സമയത്ത് അത് ചെറുതായിരുന്നു. പിന്നീട് അതെന്തായി, വലുതാവാൻ തുടങ്ങി, ഒരു ബുഷ് ആവാൻ തുടങ്ങി. അറ്റ് ദ ടൈം പാസ്, കാലം കടന്നു പോയപ്പം ഇറ്റ് ഗ്രോ ടാൾ ടു ബി എ ട്രീ. വലിയൊരു ട്രീ ആയി മാറി. ദർ വാസ് സംതിങ് റോങ് അബൌട്ട് ഇറ്റ്സ് പ്രസൻസ് ഇൻ എ സെമെട്രി. എ ഗ്രേവ്യാർഡ് ഈസ് എ പ്ലേസ് വേർ എ മാൻ ട്രൈസ് ടു പ്ലേസ് കോൺക്രീറ്റ് മെമ്മോറിയൽസ് ഓഫ് റിമെമ്പറിങ് ദ ഡെഡ്. ആക്ച്വലി ഗ്രേവ്യാർഡിൽ എന്താ ഉണ്ടാവല്? കോൺക്രീറ്റ് മോണുമെൻറ്റ്സും ഗ്രാനൈറ്റും ഒക്കെയാണ് ഉണ്ടാവല്. പക്ഷേ നമ്മുടെ ഈ ഒരു പ്രത്യേക സെമെട്രിയിൽ ഈ ടോം സ്റ്റോണിന് പകരം ലാബേണൺ ട്രീ ആണുള്ളത്. ദസ് ദ സേക്രഡ് ഗ്രേവ്യാർഡ് became full with man's attempt to show off his vanity. അപ്പോൾ അവിടെ കുറച്ച് പോയിൻ്റ് ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഈ മാർബിൾ മോണുമെൻറ്റ്സും ഇതൊക്കെ ഭയങ്കരമായിട്ട് കസ്റ്റമറിയാണ്. എല്ലാവരും ഒരു സ്വഭാവം എന്താ വെച്ചാൽ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ഹിസ് ഇൻഹെറിറ്റേഴ്സ് ട്രൈ ടു പ്രിസേർവ്, അങ്ങനെ പറയുന്നുണ്ട്. അവരുടെ ഇൻഹെറിറ്റേഴ്സ് പ്രിസർവ് ചെയ്യുന്നത് പ്രസൻസ് ദ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ്. അവർക്ക് തോന്നുകയാണ് ആളുകൾ ഈ കോൺക്രീറ്റ് സ്ട്രക്ചറിൽ മരിച്ചവരുടെ പ്രസൻസ് ആളുകൾ കാണുകയാണ് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ വിസിറ്റേഴ്സിന് ഈ ലാബേണൺ ട്രീ പ്രസൻസാക്കി ഓരോ ഇയറും ബുഷ് ഗ്രൂ ടാളർ ആൻഡ് ബ്ലോസം മോർ പ്ലെൻറ്റിഫുള്ളായി മാറി. ഫിനോമിനൻ തുടർന്നുകൊണ്ടിരുന്നു. ഇത് പ്രകൃതിക്ക് എതിരായിട്ട് വളരാൻ തുടങ്ങി അല്ലേ. ഇൻ ദ സ്പേസ് വേർ മാൻ ട്രൈസ് ടു ക്ലിങ് ടു മേക്ക് ബിലീവ് പെർമനൻസ് റെഞ്ചഡ് ഫ്രം ഹിം ബൈ ഡെത്ത്, ഹിസ് ഇൻഹെറിറ്റേഴ്സ് ട്രൈ ടു പ്രസൻറ്റ് ഹിസ് പ്രസൻസ് ഇൻ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ഇറക്റ്റഡ് ഇൻ ഹിസ് ഹോമേജ് അല്ലേ. വൈങ് ടു ഔട്ട് ടു ഈച്ച് അതർ ഇൻ സൈസ് ആൻഡ് സ്റ്റൈൽ. ഓരോ പല വലുപ്പത്തിലുള്ള കല്ലുകൾ കൊത്തുപണി ചെയ്ത് വെച്ചിട്ടുണ്ട്. ദിസ് കോൺസെക്രേറ്റഡ് ഗ്രൗണ്ട് ഹാസ് ദസ് ബിക്കം ചോക്ക്ഡ് വിത്ത് സ്പെസിമെൻസ് ഓഫ് ഹ്യൂമൻ നിറയെ ഹ്യൂമൻ ഡെഡ് ബോഡികൾക്ക് മുഴുവനായിട്ട് വെച്ച് കൊടുത്തത് ലാർജ് ടോം സ്റ്റോൺസ് ആണ്. ഇതൊക്കെ മനുഷ്യൻ്റെ അല്ലേ സേക്രഡ് ഗ്രേവിയാർഡ് ബിക്കം ഫുൾ വിത്ത് മാൻസ് അറ്റംപ്റ്റ് ടു ഷോ ഓഫ് ഹിസ് വാനിറ്റി. അവരുടെ ആ ഒരു മനുഷ്യൻ്റെ അഹങ്കാരമാണ് അവിടെ കാണിക്കുന്നത്. കാരണം വില കൂടിയ ഈ സാധനങ്ങൾ വെച്ചിട്ട് മനുഷ്യൻ അവരുടെ ആ ഒരു ഷോ ഓഫ് അവിടെ കാണിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഇൻ ദി റീസെൻറ്റ് ടൈംസ് പീപ്പിൾ ഈവൻ സ്റ്റാർട്ടഡ്, ഇപ്പോൾ റീസെൻ്റായിട്ട് ജനങ്ങൾ എന്തും കൂടി തുടങ്ങി, മറ്റേ കല്ലുകളൊന്നും കൂടെ ഭയങ്കരമായിട്ട് അലങ്കരിച്ച് കുറച്ചും കൂടെ ഇതാക്കിയിട്ടൊക്കെ വെക്കാനും തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ. ഫോട്ടോഗ്രാഫ് ഓഫ് ദി ഡെഡ്, ഫോട്ടോഗ്രാഫ് വെക്കാൻ തുടങ്ങി. എന്നിട്ട് മാർബിൾ ഗ്രാനൈറ്റ് ഹെഡ് സ്റ്റോൺസ് ഇതും കൂടിയൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആളുകൾ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത് ആക്ച്വലി എങ്ങനെയാണ്, ആക്ച്വലി പറയുന്നത് എന്താ വെച്ചാൽ ദ സ്റ്റോറി സ്റ്റാർട്ട് ഇൻ എ ഗോത്തിക് മാനർ അല്ലേ. ഒരു ഗോത്തിക് മാനർ, ഗോത്തിക് പറഞ്ഞാൽ ഒരു സെമെട്രിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തുടങ്ങുന്നതിനാണ് ഗോത്തിക് സ്റ്റോറീസ് എന്ന് പറയുക. ആൻഡ് ടെല്ലിങ് അസ് അബൌട്ട് ദ മൊറാലിറ്റി ആൻഡ് മാൻസ് അറ്റംപ്റ്റ് ടു റെസിസ്റ്റ് ഇറ്റ് വിത്ത് മെമ്മോറിയൽസ് അല്ലേ. മെമ്മോറിയൽസ് വെക്കുന്നതിനോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഓദറിന്. അതിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്? ഓദർ സീംസ് ടു റെഡിക്യൂൾ, ഓദർ അതിനെ കളിയാക്കുകയാണ്. മാൻസ് അറ്റംപ്റ്റ് ടു കോമ്പീറ്റ് എമംഗ് ദംസെൽഫ് ഫോർ ഇൻസ്റ്റാളിങ് ലാർജർ ടോം സ്റ്റോൺസ്. ആളുകളുടെ വലിയ വലിയ ടോം സ്റ്റോൺ വെക്കാനുള്ള ആളുകളുടെ ആ ഒരു അത്യാഗ്രഹത്തെ നമ്മുടെ ഓദർ റെഡിക്യൂൾ ചെയ്യാണ് ഈ ഒരു കഥയിലൂടെ.
But nature has a way of upstaging even the hardest rock and granite edifices fabricated by man. Weeds and obstinate brambles sprout from every inch of the soil uncovered by sand and cement. So every Easter week the community comes together to spruce up headstones and get rid of the intruding natural growth. The names on individual grave sites are lovingly wiped clean out of dust and bird shits by loved ones. Occasional strangers read them as incidental pastime. ഇവിടെ എന്താ പറയണ വെച്ചാൽ ആളുകൾ ആ ഒരു സിമെട്രി അല്ലേ, ദോ ദ സിമെട്രി ഈസ് ഫുൾ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ്. ലാബേണൻ ട്രീ അവിടെ ഉണ്ടെങ്കിലും അതവിടെ ഒരു അത്ഭുതമാണ്. ആക്ച്വലി അവിടെ ഉള്ളത് എന്താണ്, നിറയെ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആണ്. നാച്ചർ ട്രൈസ് ടു ഗ്രോ വീഡ്സ് ആൻഡ് പ്ലാന്റ്സ് ഇൻ ഏരിയാസ് നോട്ട് കവേർഡ് ബൈ സ്റ്റോൺ ആൻഡ് സിമെൻറ്റ്. അപ്പോൾ നോക്കൂ, ഈ സിമെട്രി ഫുള്ള് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആണെങ്കിലും അവിടെ നാച്ചുറൽ വീഡ്സ് നന്നായിട്ട് വളർന്നു വരും. കാരണം ചെറിയ മണ്ണുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം പുല്ല് മുളക്കും അല്ലേ. അങ്ങനെ ഈ പുല്ല് മുളക്കുന്ന ഒരു രീതി നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നാച്ചർ അവിടെ പുല്ലുകളും സാധനങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് അവിടെ ജനങ്ങളെ ഷോ ഓഫ് അവിടെ കാണിച്ചിട്ടുണ്ടെങ്കിലും അവിടെ പ്ലാന്റ്സ് മുളച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രകൃതി ഭയങ്കര ആയിട്ട് തന്നെ, ബട്ട് നേച്ചർ ഹാസ് ദ വേ അപ്സ്റ്റേജിങ് ഈവൻ ഹാർഡ്. വലിയ റോക്കുകളും ഗ്രാനൈറ്റൊക്കെ ഭയങ്കര അപ്സ്റ്റേജ് ചെയ്തുകൊണ്ടാണ് പ്രകൃതി കാണിക്കുന്നതെങ്കിലും വീഡ്സ് ആൻഡ് ഒബ്സ്റ്റിനേറ്റ് ബ്രാമ്പിൾസ് സ്പ്രൗട്ട് ഫ്രം എവരി ഇഞ്ച് ഓഫ് ദ സോയിൽ അൺകവേർഡ് ബൈ ദ സാൻഡ് ആൻഡ് സിമെൻറ്റ്. ഈ സാൻഡും സിമെൻറ്റും ഇല്ലാത്ത സ്ഥലത്തൂടെ ബ്രാമ്പിൾസും ചെറിയ പ്ലാന്റ്സും ഒക്കെ അവിടെ വളർന്നു വരുന്നുണ്ട്, സ്പ്രൗട്ട് ചെയ്ത് വരുന്നുണ്ട്. സോ എവരി ഈസ്റ്റർ വീക്ക്, ഓരോ ഈസ്റ്റർ വീക്കിലും കമ്മ്യൂണിറ്റി കംസ് ടുഗെദർ. ആളുകൾ അവിടെ ഈ ശ്മശാനത്തിൽ കിടന്നുറങ്ങുന്നവരുടെ റിലേറ്റീവ്സ് അവിടെ എല്ലാവരും വന്നിട്ട് സ്പ്രൗസ് അപ്പ് അല്ലേ, അവിടെ ക്ലീൻ ആക്കാൻ വരും. സ്പ്രൂസ് അപ്പ് ചെയ്യാൻ വേണ്ടി വരും, ക്ലീൻ ആക്കാൻ വേണ്ടി വരും, നീറ്റ് ആക്കാൻ വേണ്ടി വരും. ഹെഡ് സ്റ്റോൺസും ഗെറ്റ് റിഡ് ഓഫ് ദി ഇൻട്രൂഡിങ് നാച്ചുറൽ ഗ്രോ. ഈ മുളച്ച് വന്ന പുല്ലും സാധനങ്ങളൊക്കെ പറിച്ചൊഴിവാക്കാനും ടോമ്പ് തുടച്ച് നന്നാക്കാനും വേണ്ടിയിട്ട് ഡ്യൂറിങ് ദ ഈസ്റ്റർ റിലേറ്റീവ്സ് ഓഫ് ദ ഡെഡ് പീപ്പിൾ വിൽ കം ആൻഡ് ക്ലീൻ ദ ടോംബ് സ്റ്റോൺസ് ഓഫ് ദെയർ ഡിയർ വൺസ്. നോട്ട് ദി പോയിന്റ്. ടു അപ്രൂട്ട് ദ വീഡ്സ് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. സം ടൈംസ് സ്ട്രേഞ്ചേഴ്സ് ഓൾസോ വിസിറ്റ് ദ ഗ്രേവ്. ചില സമയത്ത് അല്ലേ, ഒക്കേഷണൽ സ്ട്രേഞ്ചേഴ്സ് റീഡ് ദം ആസ് ഇൻസിഡൻറ്റൽ പാസ്റ്റ് ടൈം അല്ലേ. ദ നെയിംസ് ഓഫ് ഇൻഡിവിജ്വൽസ് ഗ്രേവ് സൈറ്റ്സ് ആർ ലവിംഗ്ലി വൈപ്ഡ് ഔട്ട് ഓഫ് ദി ഡസ്റ്റ് ആൻഡ് ബേർഡ് ഷിസ്റ്റ് ബൈ ദി ലൗഡ് വൺസ്. ഈ പക്ഷികളൊക്കെ ഇരുന്ന് വൃത്തികേടാക്കിയ സ്ഥലം, പിന്നെ പുല്ല് മുളച്ച സ്ഥലം, അതൊക്കെ അവരുടെ റിലേറ്റീവ്സ് ലൗഡ് വൺസ് വന്നിട്ട് നന്നാക്കും. പിന്നെ ചില സമയത്ത് സംടൈംസ് സ്ട്രേഞ്ചേഴ്സ് ഓൾസോ വിസിറ്റ് ദ ഗ്രേവ് യാർഡ് ടു റീഡ് ദ ഇൻക്രിപ്ഷൻസ് ഓൺ ദ ടോം സ്റ്റോൺ ജസ്റ്റ് ടു പാസ് ടൈം. ചിലർ ടൈം പാസിന് വേണ്ടിയിട്ടും ഈ ഗ്രേവ് യാർഡിൽ സന്ദർശിക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. But the laburnum bush will not or cannot reveal readily who or what lies beneath its drooping branches during its annual show of yellow splendor. That particular spot displays nothing that man has improved. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ലാബേണൺ ട്രീ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്. അതിൻ്റെ അടിയിൽ ആരാ ഉള്ളത് എന്നോ ആരാണല്ലേ വാട്ട് ലൈസ് ബിനീത്ത് എന്നൊന്നുള്ള നോക്കലില്ല. കാരണം അവിടെ സ്ക്രിപ്റ്റ് ഒന്നും എഴുതി വെച്ചിട്ടില്ല. ആ പെർട്ടിക്കുലർ സ്പോട്ട് ഡിസ്പ്ലേസ് നത്തിങ് ദാറ്റ് മാൻ ഹാസ് ഇംപ്രോവൈസ്ഡ്. ഓൺലി നേച്ചർ മാത്രമേ അതിനെ അംഗീകരിക്കുന്നുള്ളൂ. സീസൺ മാത്രമേ അവിടെ ബാധിക്കുന്നുള്ളൂ. കാരണം അവിടെ ടോം സ്റ്റോണോ എൻക്രിപ്ഷനോ ഒന്നുമില്ല. അതുകൊണ്ട് പ്രകൃതി മാത്രം, സീസൺ മാത്രമേ അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. സീസൺസ് പ്ലേ ഔട്ട് ദ പാൻറ്റമൈം ഓഫ് ബ്യൂട്ടി ആൻഡ് ബൾഡ്നെസ് ഓഫ് ദ ട്രീ സ്റ്റാൻഡിങ് ഓൺ ദ എഡ്ജ് ഓഫ് ദി ലൈഫ്ലെസ് ഒപ്പുലൻസ് സ്പ്രെഡ് ഓവർ ദ റിമെയിൻസ് ഓഫ് ദി അസോർട്ടഡ് ഡെഡ്. റിച്ച് പുവർ, യങ് ആൻഡ് ഓൾഡ് ആൻഡ് മോണ്ട് ആൻഡ് അൺമോണ്ട്. എല്ലാവരും അതിൻ്റെ അടിയിൽ അതിൻ്റെ ഇല പൊഴിക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ ആരാ ഉള്ളത് എന്നോ എന്താണെന്നോ ഒന്നും ലാബേണൺ ട്രീക്ക് ബോധ്യമല്ല. നോക്കൂ, നമുക്ക് ആ പാരഗ്രാഫ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. സം വൺ വാസ് ബറീഡ് അണ്ടർ ദ ഡ്രോപ്പിംഗ് ബ്രാഞ്ചസ് ഓഫ് ദ ലാബേണൺ ട്രീ ഇൻ ദ സെമട്രി. ആരെയോ മറവ് ചെയ്തിട്ടുണ്ട് ലാബേണൺ ട്രീൻ്റെ അടിയിൽ. നോ മാൻ മെയ്ഡ് തിങ്സ് ക്യാൻ ബി സീൻ ബിസൈഡ് അല്ലേ. ആരാണ് എന്താണെന്നൊന്നും ലാബേണൺ ട്രീക്ക് അറിയില്ല. നാച്ചർ കൺട്രോൾ ദ പ്ലേസ്. നാച്ചറാണ് ആ സ്ഥലം കൺട്രോൾ ചെയ്യുന്നത്. അണ്ടർ ദ ട്രീൻ്റെ ഇടയിലുള്ള ദ ട്രീ സ്പ്രെഡ് ഓവർ ദ റിമെയിൻസ് ഓഫ് ദി ഡെഡ് ആൻഡ് പുവർ അലേക്ക്.
ട്രീ എന്താണ് എല്ലാവരെയും പാവപ്പെട്ടവരെയും പണക്കാരനും ഒരേപോലെ ട്രീറ്റ് ചെയ്യും ഈ മരം. നേരെ മറിച്ച് മോണുമെൻറ്റ്സ് ആണെങ്കിലോ വലിയ വലിയ ആളുകൾക്ക് വലിയ വലിയ ടോം സ്റ്റോണുകൾ ഉണ്ടാവും, വളരെ വില കൂടിയത് ഇറ്റാലിയൻ മാർബിൾ ഉണ്ടാവും, സാധാ മാർബിൾ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. ട്രീ എല്ലാവരെയും ഒരേ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ദ ടോം സ്റ്റോൺസ് ഇൻ ദ സെമിട്രി ആർ സൈലന്റ് വിറ്റ്നസ്സസ് ടു ദ ഡ്യൂട്ടീസ് പെർഫോംഡ് ബൈ ദ റിലേറ്റീവ്സ് ഓഫ് ദ ഡെഡ്. ഈ ഒരു ടോം സ്റ്റോണുകൾ ഇതിൻ്റെ സാക്ഷികളാണ്. റിലേറ്റീവ്സ് ചെയ്യുന്ന കാര്യങ്ങൾ, മരിച്ചവരുടെ റിലേറ്റീവ്സ് അവിടെ വന്ന് ചെയ്യുന്ന കാര്യങ്ങൾക്ക് സാക്ഷികളാണ് ഈ ശവക്കല്ലുകൾ, ടോം സ്റ്റോണുകൾ. സം ആർ വില്ലിങ് ടു ഡു സച്ച് റിച്ച്. ചിലരൊക്കെ എന്താണ് റിച്വൽസ് ഒക്കെ ചെയ്യാൻ റെഡി ആയിരിക്കും. ചിലർ വില്ലിങ് ആണ്, ചിലർ അൺവില്ലിങ് ആണ്. ഓഫറിങ്സ് ആൻഡ് റിലേറ്റീവ്സ് ഇതൊക്കെ ചെയ്യാൻ. ദ ലാബേണൻ ട്രീ ഓൺ ദി അതർ ഹാൻഡ് ഈസ് അലൈവ് ആൻഡ് ഓവർ അൺചേഞ്ചിങ് ഇൻ ദി സീസണൽ സൈക്കിൾസ്. പക്ഷേ ലാബേണൻ ട്രീ സ്റ്റാൻഡ്സ് ദർ അലൈവ് ഇൻ ദ മന്ത് ഓഫ് മെയ്. ലാബേണൻ ട്രീ മെയ് മാസത്തിൽ വളരെ ജീവനോട് കൂടിയിരിക്കും. ഇറ്റ് ഈസ് മോർ അട്രാക്റ്റീവ് ഇൻ ദ സമ്മർ. ദ ഫ്ലവേഴ്സ് ടേൺ ബ്രൗൺ. സമ്മർ ആകുമ്പോൾ അതിൻ്റെ ഫ്ലവേഴ്സ്, യെല്ലോ ഫ്ലവേഴ്സ് ബ്രൗൺ ആയിട്ട് മാറും. ഇൻ വിൻ്റർ ഇറ്റ് ട്രീ സീംസ് തിൻ ആൻഡ് ബ്രോക്കൺ. വിൻ്റർ ആവുന്ന സമയത്ത് അത് ഒന്ന് തിന്നായിട്ട് ബ്രോക്കൺ ആവും. ഇൻ സ്പ്രിങ് ഇറ്റ് വിൽ ബി ഗ്രീൻ എഗെയിൻ. സ്പ്രിങ് ആകുമ്പോൾ വീണ്ടും അത് ഗ്രീൻ ആവും. സീസണൽ ചേഞ്ച് മാത്രമേ ഇതിന് സംഭവിക്കുള്ളൂ. അല്ലാതെ ആളുകളുടെ പ്രൗഢിയോ പ്രശസ്തിയോ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും അത് ചെയ്യാറില്ല, അല്ലേ. ഇറ്റ് ഔട്ട് ഷൈൻസ് ഓൾ ദ കോൺക്രീറ്റ് സ്റ്റഫ്സ് ഇൻ ദ സിമ്മട്രി. അപ്പോൾ ഇവിടെ സ്പ്രിങ് ടൈമിൽ ഇതിന് വളരെയധികം ഭംഗി കൂടും. അതേസമയം വിൻ്റർ ആകുമ്പോൾ ഒന്നുകൂടി ഇലയൊക്കെ പൊഴിഞ്ഞ് മരം ഒന്ന് നാശമാവും, പിന്നെയും വീണ്ടും. പക്ഷേ ഇത് പാവങ്ങളെയും പൈസക്കാരെയൊക്കെ ഒരേ രീതിയിലാണ് ഇത് ചിത്രീകരിക്കുക. ഓൾ ദ വെയിൻഗ്ലോറിയസ് സ്പെസിമെൻസ് ക്രിയേറ്റഡ് ഇൻ ദ മാർബിൾ ആൻഡ്. ഇത് ഈ ഒരു ആളുകൾ ഉണ്ടാക്കി വെച്ച ഈ മാർബിളിനെയും ഗ്രാനൈറ്റിനെയും റെഡിക്കൂൾ ചെയ്തുകൊണ്ട് പോയറ്റ് ഇവിടെ നേച്ചറിനെ സ്നേഹിച്ചുകൊണ്ട് പറയുകയാണ് ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വെൽ. താങ്ക് യു.